ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹെറിറ്റേജ് ബൈസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മുടെ ഹെറിറ്റേജ് ബൈസിന്റെ യാത്ര എത്തി നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ് കേട്ടോ. ചങ്ങനാശ്ശേരിയോട് ചേർന്നുള്ള പുഴവാതുന്ന മനോഹരമായിട്ടുള്ള ഒരു ചെറു ഗ്രാമത്തിലാണ്. ഇവിടെ മേറ്റടി വടനാകുളങ്ങര ഭഗവതി ക്ഷേത്ര അങ്കണത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ കേരളത്തോട്, പഴയ തിരുവിതാംകൂർ രാജ്യത്തോട്, ആ ചരിത്രത്തോട് ബന്ധിച്ചു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണിത് എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? അതേനെ, ആ വിശേഷങ്ങളിലേക്ക്, ആ യാത്രയിലേക്ക് നമുക്ക് പോവാം. വേട്ടടി ക്ഷേത്രം ഈ നാട്ടിൽ വന്ന് ആദ്യം ചോദിക്കുമ്പോൾ വേട്ടടി ക്ഷേത്രവും അതോടൊപ്പം തന്നെ എട്ടുവിട്ടി പിള്ളമാരെയും എപ്പോഴും ബന്ധപ്പെടുത്തി എല്ലാവരും, മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പറയാറുണ്ട്. ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് എട്ടുവിട്ടി പിള്ളയും അത് പിള്ളമാരും അതുപോലെ തന്നെ ഈ പറയുന്ന വേട്ടടി ക്ഷേത്രവും പുരാതനമായിട്ടുള്ള ഈ ക്ഷേത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്ന് പറയാം. ബന്ധം തിരുവിതാംകൂർ ചരിത്രവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളതാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് എട്ടുവിട്ടി പിള്ളമാരുമായിട്ടുള്ള മത്സരം ഉണ്ടാകുന്നത്. ഈ ക്ഷേത്രത്തിന് അതിനേക്കാൾ മുമ്പ് കാലപ്പഴക്കമുള്ള, ഇത് കുമാരമംഗലത്ത് വക അവരുടെ കുടുംബ പരദേവതയായിരുന്നു ഈ കരയുടെ വരുന്നത്. എട്ടുവിട്ടി പിള്ളമാരുമായിട്ടുള്ള മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ഫൈറ്റ് 1729 ആണ്ടാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂറിൻ്റെ അധികാരം ഏറ്റെടുക്കുന്നത്. അന്ന് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് ധാരാളം സ്വത്തുക്കളുമുണ്ട്. അതിൻ്റെ ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി 8 യോഗം എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയായിരുന്നു. അതായത് 6 പോറ്റിമാരും 1 ബ്രാഹ്മണനും 1 നായരും രാജാവ് ഒരു 9 അംഗങ്ങളാണെങ്കിലും 8 യോഗം എന്ന് പറയാൻ കാരണം രാജാവിന് അരയോട്ടയുള്ള, രാജാവ് ഏകാധിപതിയൊന്നുമല്ല, തീരുമാനങ്ങളിൽ അരയോട്ടുകൾ. ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ രാജാവിന് അരയോട്ട്, അതാ 8 യോഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കളൊക്കെ ഉണ്ട്, അത് നോക്കി നടത്താൻ വേണ്ടി ഓരോ പ്രദേശത്തിലെ നായർ തറവാട്ടിലെ പ്രമുഖരായ ആളുകളെ നിയോഗിച്ചു. അങ്ങനെ 8 കര, 8 ദേശം. അല്ലാതെ എട്ടുവിട്ടി പിള്ളമാരെന്ന് പറഞ്ഞാൽ വീട്ടുപേരിൻ്റെ അധിപരല്ല അവർ. കഴക്കൂട്ടത്തു പിള്ള, പിന്നെ കുളർത്തൂർ പിള്ള, രാമനാമടത്തി പിള്ള, ചെമ്പഴന്തി പിള്ള, അങ്ങനെ 8 കുടുംബം അവരായിരുന്നു പിരിച്ച്. അവർക്ക് സൈന്യങ്ങളുണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു ശരിയായി പറഞ്ഞാൽ അവരുടെ കൺട്രോളിൽ. ഇവർ കൊടുക്കുന്ന പണവും ഉള്ളത്. മാർത്താണ്ഡവർമ്മ അധികാരം വെക്കും തീരെ കൊച്ചിലെ തന്നെ ഇതിന് കൺട്രോൾ ഇടാൻ ശ്രമിച്ചു. അപ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടുള്ള വൈരാഗ്യം രാജാവിന്. രാജാവ് അധികാരത്തിൽ വരുവാണെങ്കിൽ തങ്ങളുടേതായ അവകാശങ്ങളും അധികാരങ്ങളും നിന്നു പോകുമെന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ഇവർ ഫൈറ്റ് തുടങ്ങി. അപ്പോൾ അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തെ വധിക്കാൻ ഈ എട്ടുവീട്ടിൽ പിള്ളമാരെന്ന് പറയുന്നത് 8 വീട്ടിലെ അധിപന്മാരല്ല, ദേശത്തിൻ്റെ അധിപന്മാർ, ഇവർ ധാരാളം ഫൈറ്റുകൾ. അങ്ങനെ രാജാവ് ഒളിച്ചോടുകയും രാജാവിനെ പല സന്ദർഭങ്ങളിൽ വധിക്കാനുള്ള സന്ദർഭങ്ങളുണ്ടായി. അവസാനം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കിയാണ് ഇവരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്ന മാർത്താണ്ഡവർമ്മ എട്ടുവിട്ടി പിള്ളേർ. അതിനിഷ്ഠൂരമായാണ് ഇവരെയും വധിച്ചതും ഇവരുടെ കുടുംബത്തോട് രാജാവ് ചെയ്ത ക്രൂരതയും. അതെന്ന് പറഞ്ഞാൽ ഈ 8 പേരെ വധിച്ച് പൊതുവായ ഒരു സ്ഥലത്ത് ഭയങ്കര പിന്നെ ഇതായിട്ട് കഴിവുമരം കെട്ടിയിട്ട് തലകീഴായി കെട്ടി തൂക്കിയിട്ടു. എന്നിട്ട് ദിവസങ്ങളോളം ആ മൃതദേഹം അവിടെ കിടന്ന് ചീഞ്ഞളിഞ്ഞ് പക്ഷിമൃഗാദികളെല്ലാം ഭക്ഷിച്ച്, ഇതായിരിക്കും രാജഭരണത്തോടും രാജാവിനോടും എതിർക്കുന്ന അവർക്കുള്ള ശിക്ഷയെന്ന് ബോധ്യപ്പെടുത്തത്തക്ക രീതിയിലാണ് രാജാവ് ആ ഒരു രീതി ആവർത്തിക്കരുത്. ഇത് കണ്ടു കഴിഞ്ഞ് അതിലും ദുഃഖകരമായ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇന്നത്തെ സമൂഹം വിലയിരുത്തുന്നത് ഇവരുടെ കുടുംബത്തിലുള്ള സ്ത്രീകളെയും പുരുഷന്മാരെ എല്ലാം വധിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും
കാളവണ്ടികളിൽ കയറ്റി രാത്രിയിൽ ശംഖുമുഖം ആ പ്രദേശത്തേക്ക് കടൽപ്പുറത്തേക്ക് വിട്ടുകയും അതിൽ കുറേ സ്ത്രീകൾ, നായർ സ്ത്രീകളെന്ന് ഫൈറ്റിംഗ്, അവർ രാത്രിയിൽ ഈ രാജാവിൻ്റെ ആക്രമണത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി വടക്കോട്ട് തന്നെ ഈ കടപ്പുറത്തൂടെ യാത്ര. അതിൻ്റെ പേര് ചരിത്രമുണ്ട്. ഈ അരജന്മാരെന്ന് പറഞ്ഞാൽ അരയന്മാരെന്ന് പറയുന്ന ഇവർക്കും അവരും നല്ല ഫൈറ്റിങ്, അവരിവരെ രക്ഷിച്ചു. അങ്ങനെയാണ് ഈ പറഞ്ഞ കരുനാഗപ്പള്ളി, ആലപ്പുഴ, അമ്പലപ്പുഴ പ്രദേശത്തൊക്കെ അവരുടെ പരമ്പരകൾ വന്നു. ബാക്കി സ്ത്രീകൾ കുറേ പേര് കടലിൽ ചാടിച്ചെത്തു ആത്മാഭിമാനം ഓർത്ത്. വേറെ കുറേ സ്ത്രീകളെ അന്നത്തെ മുക്കൂര്, അത് മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, അവരെല്ലാം അവരുടെ ഭാര്യമാരാക്കി അവരോട് ചേർന്ന് ജീവിതം. അതിൻ്റെ പരമ്പരകൾ ഇപ്പോഴും ഈ ക്ഷേത്രത്തിൽ ഈ അവരുടെ പിന്നെ പിതൃക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. പിതൃ പൂജയ്ക്കും പിതൃക്കളുടെ ഇതിനു വേണ്ടി വർഷത്തിലൊരിക്കൽ വരാറുണ്ട്. അപ്പോൾ എട്ടുവെട്ടിപ്പിള്ളമാരെ അങ്ങനെ നശിപ്പിച്ചു. അവരുടെ കുടുംബം, അവരുടെ തറവാട് വലിയ പിന്നെ എട്ടുകെട്ടും ഒക്കെ ആയിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ പിന്നെ കുളം തോണ്ടുമായിരുന്നു. ഈ എട്ടുകെട്ടിപ്പിള്ളമാരെ വധിച്ചു കഴിഞ്ഞിട്ട് രാജ്യത്ത് അനർത്ഥങ്ങൾ കൂടുതലുണ്ടാകുന്നു. രാജാവിന് സുഖമായിട്ട് ഭരണം നടത്താൻ സാധിക്കുന്നില്ല, രാത്രിയിലെ ഉറക്കം ശരിയാകുന്നില്ല. അത് ഹിന്ദു ആചാര പ്രശ്നം വെച്ച് നോക്കിയപ്പം എട്ടുവെട്ടിപ്പിള്ളമാരുടെ ആത്മാക്കളുടെ ശല്യം രൂക്ഷമാകുന്നു. അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി രാജാവിൻ്റെ പല സോഴ്സുകൾ ഉപയോഗിച്ച് ഇവരെ ആവാഹിച്ച് ഒതുക്കാനൊക്കെ നോക്കി. അങ്ങനെയാണ് ചങ്ങനാശ്ശേരി കുമാരമംഗലത്ത് മന, ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ ഭവൻ. കുമാരമംഗലത്ത് മനത്തിലെ അന്നത്തെ പ്രധാനിയായ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് 8 ചെമ്പുകുടത്തിലാക്കി ഇവരെ ആത്മാക്കളെ ആവാഹിച്ച്. 8 കുടം. ഒരു കണ്ടീഷൻ കൂടെ അവരാവശ്യപ്പെട്ടു ആത്മാക്കളും സംസാരിച്ചപ്പോൾ. ഞങ്ങൾ പിന്നെ ഇത് ഫൈറ്റ് ചെയ്തത് രാജഭരണത്തിനെതിരെയാണ്. ആ രാജാവ് അധികാരത്തിൽ ഇരിക്കുന്ന മണ്ണിൽ ഞങ്ങൾ ശാന്തരായിരിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ വസിക്കുന്നിടത്ത് രാജസ്പർശമാക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ചങ്ങനാശ്ശേരി അന്നത്തെ ഈ ചങ്ങനാശ്ശേരി കുമാരമംഗലത്ത് മനക്കിലെ ഏറ്റവും ശക്തിയേറിയ കുടുംബദേവതയാണ് ശ്രീഭദ്ര വേട്ടടിക്കാവ് ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രം ഈ ദേവിയുടെ ശക്തി കൊണ്ട് അവരെ ഇവിടെ കുടിയിരുത്തുക, അവരുടെ ആത്മാക്കളെ കൊണ്ടുപോയി 8 കുടത്തിലാക്കി ഇതിൻ്റെ കിഴക്കുഭാഗമുള്ളിടത്ത് ദേവിയെ നോക്കിയിരിക്കത്തക്ക രീതിയിൽ കുടിയിരുത്തി. ഒരു കണ്ടീഷൻ, രാജകുടുംബത്തിലെ ആരും ചങ്ങനാശ്ശേരിയിൽ കാലുകുത്താൻ പാടില്ല. അതോടുകൂടി തന്നെ മറ്റൊന്ന്, ഇവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, കാരണം ഇവരോട് ഒത്തിരി ക്രൂരത രാജകുടുംബം ചെയ്തിട്ടുണ്ട്. അതിന് പരിഹാരമായിട്ട് ആണ്ടിലൊരു വലിയ ഗുരുതിയായിട്ട് അവർക്ക് വേണ്ടി നടത്തിക്കോളാം, അവരോട് ചെയ്ത ക്രൂരതയ്ക്ക് പ്രായശ്ചിത്തമായിട്ട്. ആ ഗുരുതി വഴിപാട് ഇപ്പോഴും നടന്നു. മീനും പതിനെന്ന് പറയുന്നത് അത് ഫിക്സഡ് ഡേറ്റാണ്. അപ്പോൾ അതിപ്പോഴും ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം ഈ എട്ടുവീട്ടിപ്പിള്ളമാരുടെ ചരിത്രം ഇപ്പം വന്നപ്പം എട്ടുവീട്ടിപ്പിള്ളമാരുടെ സ്മാരകമായിട്ട് കേരളത്തിൽ രാജാവ് ഒരെണ്ണവും അവശേഷിപ്പിച്ചില്ല. അവരുടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം കേരളത്തിലെ ഏക എട്ടുവീട്ടിപ്പിള്ളമാരുടെ ഏക സ്മാരകം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇതേ ഉള്ളൂ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പം ഇവിടെ പ്രധാനമായിട്ടും അകത്ത് 2 ശ്രീകോലാണ് ഒരുപോലെ പൂജ നടക്കുന്നത്. അവിടെ ഒന്ന് ഭദ്രകാളിയുടെയും ഒന്ന് ശിവപാർവതി സങ്കല്പത്തിലുള്ള 2 വിഗ്രഹം ഒരേ ശ്രീകോലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കിരാതമൂർത്തിയും ദുരിതാ ഭഗവതിയാണ്. അങ്ങനെ 2 വിഗ്രഹം ഒരു ശ്രീകോലിലുണ്ട്, ഒരിടത്ത് ഭദ്രകാളിയമ്മ. അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം പുറത്ത് ഒരു വേട്ടയ്ക്കൊരു മകൻ്റെ ക്ഷേത്രമുണ്ട്. അയ്യപ്പ സങ്കല്പത്തിൽ പൂജയും നീരാഞ്ജനവും ഒക്കെയാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. പിന്നെ അപൂർവമായിട്ട് കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ക്ഷേത്രപാലകനാണ്. ക്ഷേത്രപാലകൻ്റെ വിഗ്രഹ പ്രതിഷ്ഠയായിട്ട് തന്നെയുള്ളൊരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ വെട്ടടി ഭഗവതി ക്ഷേത്രം. അവിടെ ദിവസവും പൂജയും നിവേദ്യം നടക്കുന്നുണ്ട്. അതൊരു പ്രത്യേകതയാണ്. സാധാരണ
ക്ഷേത്രങ്ങളിൽ വിഗ്രഹമായിട്ട് കാണാറില്ല, ബലിക്കല്ലായിട്ടാണ് ക്ഷേത്രപാലനെ സങ്കല്പിച്ച് കാണാറുള്ളത്. ഇവിടെ നമ്മൾ വിഗ്രഹമായിട്ട് തന്നെ ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ക്ഷേത്രത്തിന്. പിന്നെ നമ്മുടെ പുറത്ത് എട്ടുവിട്ടുപിള്ളമാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ പ്രധാനമായിട്ടും വഴിപാട് എന്ന് പറയുമ്പം വർഷത്തിൽ മീനമാസം 11-ാം തീയതിയാണ് വലിയ ഗുരുതി. കുമാരമംഗലത്ത് മന ഏതാണ്ട് 500 വർഷത്തിന് മേൽ പഴക്കം വധിക്കുന്ന, ശരിക്കും ഞങ്ങളുടെ കുടുംബം, മൂല കുടുംബം എന്ന് പറയുന്നത് കാടമുറി പുഞ്ചമൺ പോറ്റി എന്ന് പറയുന്ന പുഞ്ചമൺ പോറ്റിയുടെ തറവാട്ടിലെ ഒരു ഭാഗം, ഒരു തായ്വഴി എന്ന് പറയാം, തായ്വഴിയിൽപ്പെട്ടതാണ് ഞങ്ങളുടെ പൂർവികർ. ഏതാണ്ട് 500-600 വർഷം മുമ്പിലത്തെ കഥയാണ് ഞാൻ പറയുന്നത്. അപ്പം ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് ഈ വേട്ടടി ഭഗവതി ക്ഷേത്രം. അന്ന് ആ കാലഘട്ടത്തിൽ മന്ത്രവാദമായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നൊരു വരുമാന മാർഗവും എല്ലാം. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വേണാട് പിടിച്ചടക്കി വേണാട് ഭരണം നടത്തി. ആ സമയത്ത് എട്ടുവിട്ടൽ പിള്ളമാരും മാർത്താണ്ഡവർമ്മയും തമ്മിലുള്ള സ്പർദ്ധയിൽ മാർത്താണ്ഡവർമ്മ രാജഭരണം പിടിച്ചെടുത്തപ്പോൾ എട്ടുവിട്ടൽമാരെ തൂക്കിക്കൊന്നു. ആ തൂക്കിക്കൊന്നതിന് ശേഷം മാർത്താണ്ഡവർമ്മയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നതാണ് പറയപ്പെടുന്നത്. അങ്ങനെ പല മന്ത്രവാദികളെയും വിളിച്ച് അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി പല മന്ത്രവാദ ക്രിയകളും ചെയ്തെങ്കിലും അദ്ദേഹത്തിന് അതിൽ നിന്ന് മോചനം കിട്ടിയില്ല. അങ്ങനെ രാമയ്യൻ ദളവ കുമാരമംഗലത്ത് മനയിൽ, അതായത് ഈ മനയിൽ വന്ന് അന്നത്തെ മുത്തച്ഛനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും അദ്ദേഹം അവിടെ ചെന്ന് മന്ത്രവാദ ക്രിയകൾ നടത്തി 8 മൺകുടങ്ങളിലായിട്ട് ആവാഹിച്ച് ഞങ്ങളുടെ വേട്ടടി ക്ഷേത്രത്തിൽ കൊണ്ട് കുടിയിരുത്താനായിട്ട് അവിടുന്ന് പോന്നു. അപ്പം അന്ന് വള്ളത്തിലാണ് സഞ്ചാരം. അങ്ങനെ പോകുന്ന വഴിക്ക് കായംകുളം കായൽ വെച്ച് ഇതെന്തോ സ്വർണവും ധനവും ഒക്കെ ഉണ്ടെന്നുള്ള ധാരണയിൽ അന്നത്തെ കായൽ കൊള്ളക്കാർ ഇത് ആക്രമിച്ച് കുടമെല്ലാം പൊട്ടിപ്പോയി. അങ്ങനെ വീണ്ടും പോയി ചെമ്പുകുടത്തിൽ ആവാഹിച്ച് കൊണ്ടുവന്ന് കുടിയിരുത്തതാണ് എട്ടുവെട്ടുപിള്ളമാരിലെ ആ 8 വീടുകൾ. അങ്ങനെ അതിനുശേഷമാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് ഒരു സ്വസ്ഥത കിട്ടിയതും അദ്ദേഹത്തിന് സുഖമായി ഉറങ്ങാൻ പറ്റിയതും. അപ്പം അതിൻ്റെ പ്രതിഫലമായിട്ട് ചങ്ങനാശ്ശേരിയുടെ പകുതി, അതായത് 999 മുറി പുരയിടവും 999 മുറി നിലവും കരമൊഴിവായിട്ട് കുമാരമംഗലത്ത് മനയ്ക്ക് ദാനം ചെയ്തു. ഏതാണ്ട് ചങ്ങനാശ്ശേരിയുടെ പകുതിയോളം വരും അത്. ഈ മനയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മനയുടെ പ്രത്യേകത 12 കെട്ടാണ്. 12 കെട്ടായിരുന്നു ആദ്യം. അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് കുറേ ഭാഗങ്ങളൊക്കെ ദ്രവിച്ചു പോയതുകൊണ്ട് ആ 2 ചെറിയ 4 കെട്ടുണ്ടായിരുന്നു, അത് പൊളിച്ചു കളഞ്ഞു. ഇത് മെയിൻ 4 കെട്ട് ഇതാണ്. ഈ 4 കെട്ട് നിലനിർത്തി. ഇത് ഈ കുമാരമംഗലത്ത് മനയിൽ നമ്മൾ എത്തുമ്പോൾ ഇവിടെ കാണുന്ന ഓരോ നിർമ്മിതിക്കും അതിൻ്റെതായിട്ടുള്ള പഴക്കത്തെ കുറിച്ച് പറയും. നമ്മുടെ തൊട്ട് മുമ്പിൽ ഈ കാണുന്ന നമ്മുടെ ഈ തുളസിത്തറയാണ്. ഇതിന് പിച്ചിയാണ്. ഏതാണ്ട് 250 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് എൻ്റെ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത്. അതിങ്ങനെ പൊട്ടിക്കെളുത്ത് ഈ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന മറ്റു നിർമ്മിതികൾ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് അതിന്റെ ഒരു ചെറിയ നിലവറയാണോ അത്? അല്ല, ഇതാണ് അറയുടെ ആ കഥകിൽ തന്നെ കൊത്തി വെച്ചിരിക്കുന്ന രൂപം ഒക്കെ എങ്ങനെയാണ് അക്കാലത്ത്? അത് ശരിക്കും വിസ്മയകരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ചന്ദനം ഉരയ്ക്കുന്ന അതിനെന്താണ് പറയുന്നത്, ചാണ, ഇതൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് കുമാരമംഗലത്ത് മന ഇപ്പോഴും ചങ്ങനാശ്ശേരിയുടെ ആ ഒരു എന്താ പറയാ മുതുമുത്തച്ഛനായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. ഇത്രയും പഴക്കമുള്ള ഒരു മനയോ ഒരു കെട്ടിടമോ ഈ കോട്ടയം ജില്ലയിൽ ഇല്ല. വേട്ടടി ക്ഷേത്രവും എട്ടുവെട്ടിപ്പിള്ളയും കുമാരമംഗലത്ത് മനയും തമ്മിലുള്ള ബന്ധവും ആ കഥകളും ഒക്കെ തേടി നമ്മൾ ഇപ്പം വന്ന് നിൽക്കുകയാണ്. ഇനി നമുക്കൊരു രുചി തേടി പോകണ്ടേ? ആ രുചി തേടി നമ്മൾ ഇനി അങ്ങോട്ട് പോവുകയാണ്. നിങ്ങളെ കാത്ത് ഗീത ആൻറ്റി അവിടെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് ഗീത ആൻറ്റിയുടെ അടുത്തേക്ക് പോവാം. വാ. ഹലോ ഗീത ആൻറ്റി, നമസ്കാരം. നമസ്കാരം. അപ്പം എന്താ ഞങ്ങൾക്ക് ഇന്ന് പ്രിപ്പയർ ചക്കയൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതെ, ഇത് പുഴവാതില് നിങ്ങൾ വേട്ടടി അമ്പലത്തിൽ നിന്നല്ലേ വരുന്നത്? അപ്പോൾ അവിടെ അമ്പലത്തില് കുംഭഭരണി ദിവസം
കുത്തിയോട്ടം ഒക്കെ ഉണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ആ കുംഭഭരണി നാളിൽ പുഴവാതുകരയിലെ എല്ലാ കടകളിലും ചക്ക വിൽപ്പനയ്ക്കെത്തും. അപ്പം എല്ലാ വീട്ടിലും ചക്ക അവിയൽ ഉണ്ടാക്കും. തുടങ്ങാം അല്ലേ? നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് നമുക്ക് സമ്മാനിക്കാം അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. കൂടുതൽ ഇരുന്നാലും കുഴപ്പമില്ല. ചക്ക അവിയലാണ് നമ്മുടെ ഗീതയാൻറ്റി നമുക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. ഓക്കെ, ഇതിലോട്ട് നമുക്ക് ആ ചക്കക്കുരു ചക്ക അരിഞ്ഞതും ഇതാണ് ചക്ക. ഇത് വരിക്കച്ചക്കയാണോ? അതെ അതെ, വരിക്കച്ചക്കയാണ്. എത്ര ചുളയുണ്ടാവും? ഏകദേശം ഒരു 10-20 ചുളയുണ്ടാവും. അതിനനുസരിച്ച് ചക്കക്കുരു അതിന്റെ തന്നെ അത്രയും ചുളക്കാത്ത കുരുവാണ്. പിന്നെ ഒരു 2 പച്ചമുളക് നടുവേക്ക്, 3 പച്ചമുളക് നടുവേക്ക്. നമുക്ക് ആദ്യം നമുക്ക് ചക്കക്കുരുവിന് ഇത്തിരി വേവുണ്ടാവും. നമുക്ക് അതൊന്നിട്ട് ഇത്തിരി വെള്ളവും ഉപ്പും മാത്രം ഒന്ന് വേവിക്കാം അല്ലേ? വെള്ളം ഇനി ഇച്ചിരി മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്. പിന്നെ ചക്കക്കുരു ഒന്ന് ഇളക്കണം. അപ്പൊ നമ്മള് ചക്കക്കുരു ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് എണ്ണ ഫസ്റ്റ് ഒഴിച്ചു, ചൂടായി ചക്കക്കുരു ഇട്ടു, അതിനുശേഷം വെള്ളം ഒഴിച്ചു, ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, അതിന്റെ കൂടെ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഇപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടി ഏകദേശം ആയി കാണും അല്ലേ? ഏകദേശം ആയി. അപ്പൊ നമുക്ക് അത് തുറക്കാം, മൂടി തുറക്കാം. ഓക്കേ, ആഹാ. ഇതിന്റെ കൂടെ ഇനി ബാക്കി ചക്കച്ചുള ഇടണം. അതിന്റെ കൂടെ ആ പച്ചമുളക് നടുവേ കീറിയത് ഒരു 3 കഷ്ണം കൂടെ ഉണ്ട്. ഇനി എന്താ വേണ്ടേ? വെള്ളരിക്കയും പടവലങ്ങയും. ഇതെല്ലാം നമ്മുടെ നാടിന്റെ ആണല്ലോ അല്ലേ? വെള്ളരിക്കയുണ്ട്, വെള്ളരിക്കയല്ല, പടവലങ്ങയുണ്ട്, മുരിങ്ങയ്ക്കയുണ്ട്, വെള്ളരിക്കയുണ്ടോ? വെള്ളരിക്കയുണ്ട് അല്ലേ? ഇപ്പൊ നമ്മൾ വെച്ചിരിക്കുന്ന പടവലങ്ങ നടുവേ നീളത്തിൽ അരിഞ്ഞതും അവിയലിന് അരിയുന്ന പോലെ തന്നെ അരിഞ്ഞ്, മുരിങ്ങയ്ക്ക അതുപോലെ തന്നെ നടുവേ കീറി. ഇനി വെള്ളം ഒഴിക്കണം. അരക്കപ്പ് വെള്ളം ഒഴിക്കണം. ആഹാ, ആഹാരം പദാർത്ഥം പാകം ചെയ്യുമ്പോൾ അത് നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് ആ ശബ്ദം കേട്ടോ. ഓക്കെ, അടച്ചു വെക്കാം. ഓക്കെ, വേവാനായിട്ട്. ഇതാണ് പരിവം. നമ്മൾ അരപ്പും എല്ലാം ചേർക്കുമ്പോൾ വെള്ളം എല്ലാം കറക്റ്റ് ആയിക്കോളും അല്ലേ? ഇത് പഴുത്ത ഏകദേശം ഒരു പച്ചമാങ്ങ അല്ലേ? ആ പച്ചമാങ്ങയാണ്. ഇപ്പൊ ഇച്ചിരി ചെറുതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് പുളിയുടെ ആവശ്യത്തിന്, അവിയലിന്റെ പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. കറിവേപ്പില കൂടെ വേണം. നല്ല കറിവേപ്പില. അപ്പൊ നമുക്കിനി ഇതിനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം ഒരു 5 മിനിറ്റ്. ഇത് കഴിഞ്ഞ അടുത്ത പ്രോസസ് എന്താണ്? ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട തേങ്ങ അരപ്പാണ്. അപ്പൊ അരപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. അരപ്പ് ഏകദേശം ചേർക്കാൻ സമയമായി. അതെ, ഇതാണ് അരപ്പ്. ഈ അരപ്പിന്റെ ഒരു കൂട്ടെന്താണ്? കൂട്ട് പച്ച തേങ്ങ, ചുവന്നുള്ളി, ജീരകം, കരിവേപ്പില, ഇത്രയിട്ട്. ഉപ്പില്ല. അരപ്പിന്റെ അകത്ത് ഉപ്പില്ല. നമ്മൾ കഷ്ണത്തിൽ ചേർക്കട്ടെ. ചേർക്കാം. ആഹാ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആഹാ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇത്തിരി അരപ്പിന്റെ ഒരു പച്ച മണം പോകാനായിട്ട് ഒന്ന് ആവി കയറണം. പച്ചപ്പങ്ങ് പോയി അല്ലേ? അരപ്പിന്റെ ഒരു പച്ചമണം മാറി. ഇനി ഇത്തിരി പച്ച വെളിച്ചെണ്ണ.
ചില കറിവേപ്പില ചേർക്കാണ്. ചക്കയവിയൽ പാകമായിട്ടുണ്ട്. ആഹാ, ഇനി പതുക്കെ നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യാം അല്ലേ? അതെ. യെസ്, അങ്ങനെ ചക്ക അവിയൽ, നമ്മുടെ ഗീത ആന്റിയുടെ ചക്ക അവിയൽ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അത് രുചിക്കാൻ ഞാനും പ്രേക്ഷകർക്ക് വേണ്ടിയാണ്, പ്രേക്ഷകർക്ക് വേണ്ടി ഞാനാണ് രുചിക്കാൻ പോണത്. അതെ. അപ്പം ഗീത ആന്റി എനിക്ക് വിളമ്പിത്തരാണ്. മതി മതി മതി. അപ്പം എല്ലാവരുടെയും അടിക്കുന്നു അല്ലേ? അതെ, നല്ല മണം അടിക്കുന്നു. എല്ലാവരുടെയും പേര് ഞാൻ രുചിച്ച് നോക്കാൻ പോവുകയാണ്. എൻ്റെ നല്ല നല്ല ചൂട്. നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിയലാണ് എല്ലാ തരം അല്ലെ വൈറ്റമിൻസും എല്ലാം ചേർന്നതാണ് അവിയൽ എന്ന് വിഷാംശമില്ല എന്നുള്ളതാണ് ഏറ്റവും. അപ്പൊ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും പറ്റിയ വിഭവം എന്ന് പറഞ്ഞാൽ അവിയലാണ്. അതിന്റെ കൂടെ ചക്കയും കൂടെ വരുമ്പം ആള് കേമനായി അല്ലേ? ഗീതേന്റി, താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ചക്കയിൽ സമ്മാനിച്ചതിൽ ചക്ക അവിയൽ. അപ്പൊ നമ്മുടെ ഹെറിറ്റേജ് ബൈറ്റ്സിന്റെയും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും പേരിലുള്ള നന്ദി ഈ സമയത്ത് നേരുകയാണ് കേട്ടോ. താങ്ക് യു. തിരുവിതാംകൂർ രാജ്യത്തെ ശക്തരായ 8 വീട്ടിൽ പിള്ളമാരും ചങ്ങനാശ്ശേരി വേട്ടടി ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ലേ നമ്മുടെ ഇന്നത്തെ ഹെറിറ്റേജ് യാത്രയിലൂടെ? അതുപോലെ തന്നെ നമ്മുടെ ഗീത ആന്റി നമുക്ക് വെച്ച് തന്ന ആ രുചിയും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത് ഇവിടെ അവസാനിക്കുകയാണ്. സങ്കടപ്പെടല്ല, നമുക്ക് അടുത്ത അധ്യായത്തിൽ ഇതുപോലെ നല്ല വിശേഷവും നല്ല ചരിത്ര വിശേഷവും നല്ല രുചിയുമായിട്ട് വീണ്ടും കണ്ടുവിട്ട അതുവരേക്കും നന്ദി, നമസ്കാരം.